തെലങ്കാനയിൽ 13-കാരിയെ പീഡിപ്പിച്ച പ്രതിയെ മർദ്ദിച്ച് വീട് കത്തിച്ച് നാട്ടുകാർ. ആദിലാബാദിലാണ് സംഭവമുണ്ടായത്. പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റഹീസ്, എന്താണ് സംഭവിച്ചത്? സുഹേൽ, തെലങ്കാനയിലെ ആദിലാബാദിലെ ഒരു ഗ്രാമത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് നാട്ടുകാർ 13-കാരിയെ പീഡിപ്പിച്ചു എന്ന് കരുതുന്ന പ്രതിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും വീട് കത്തിക്കുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. ശേഷം കുറേ സമയത്തിനു ശേഷം ആ പെൺകുട്ടി വീട്ടിലേക്ക് തിരികെ എത്തി മാതാപിതാക്കളോട് പറയുന്നു തന്നെ ഇത്തരത്തിലൊരാൾ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് ഈ കുട്ടി പറയുന്നു. ശേഷം പോലീസിനെ ഇവർ വിവരമറിയിക്കുന്നു. അങ്ങനെ ഈ പ്രതി വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ കൂടിയാണ് ഈ വീട്ടിലേക്ക് ഇരച്ചെത്തുന്നത്. ശേഷം പ്രതിയെ ഇവർ ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനു പിന്നാലെ ആ വീടിന് തീ വയ്ക്കുകയാണ് ചെയ്തത്. വിവരമറിഞ്ഞ പോലീസ് ഇവിടെ എത്തി നാട്ടുകാരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. പക്ഷേ 2 വാഹനങ്ങളിലായി പോലീസ് എത്തിയിട്ടും നാട്ടുകാർ അടങ്ങിയില്ല. ഇവർ പോലീസിന്റെ വാഹനം ആക്രമിച്ചു. ജനൽ ചില്ലൊക്കെയും അടിച്ചു തകർത്തു. പോലീസിന്റെ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തു. ശേഷം 2 പോലീസുകാരെയും ഇവർ മർദ്ദിച്ചിട്ടുണ്ട്. പ്രതിക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം 2 പോലീസുകാർക്കും പരിക്കേറ്റു. ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ എന്തായാലും ഇപ്പോൾ ഇവർ ചികിത്സയിലാണ്. ശേഷം ഈ പോലീസ് എന്തായാലും പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളെ ആശുപത്രി ചികിത്സ കഴിഞ്ഞ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടിക്ക് 13 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. നേരത്തെയും ഇയാൾ ഈ പെൺകുട്ടിയുടെ സമീപത്ത് ചുറ്റിത്തിരിയുന്നതും ഈ പെൺകുട്ടിയെ ആസ്വാരസ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതുമൊക്കെ ഇവർ നാട്ടുകാർ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയെ ഇയാൾ ഇന്നലെ വൈകിട്ട് വീട്ടിനടുത്തു നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത്. ശേഷം വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ പെൺകുട്ടിയാണ് ഈ വിവരം വീട്ടുകാരെ അറിയിക്കുന്നത്. പിന്നീട് പ്രതിയെ വീട്ടിലെത്തി ക്രൂരമായി മർദ്ദിച്ച് വീട് തീയിടുകയായിരുന്നു ചെയ്തത്. സുഹൈൽ, 13-കാരിയെ പീഡിപ്പിച്ച പ്രതിയെ തല്ലി വീടിന് തീയിട്ടു. പ്രതിക്ക് അർഹിച്ച ശിക്ഷ കിട്ടണം. പക്ഷേ ഇത്തരത്തിൽ വീടൊക്കെ കത്തിച്ച് നീതി തേടുന്നതും ഒട്ടും ശരിയല്ല.